ഹലോ. അപ്പം ഞാൻ ദേ രാവിലെ 4 മണിയായപ്പോൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏട്ടനെ ഇന്ന് മോർണിംഗ് ഷിഫ്റ്റ് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ നാസ്തയൊക്കെ ഉണ്ടാക്കി കൊടുത്തു വേണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലെ എണീറ്റത്. അപ്പം ഇന്ന് ഞാൻ ഇഡ്ഡലിയും സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഇന്ന് എടുത്ത് വെച്ചു. അപ്പം ഞാൻ മാവ് അരയ്ക്കുന്ന സമയത്ത് 2-3 ദിവസത്തേക്കുള്ള മാവ് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ഉപ്പിട്ട് വെക്കാണ് പതിവ്. ഇപ്പം ആദ്യത്തെ ദിവസത്തിനുള്ളത് തന്നെ ഞാൻ ഉപ്പിട്ട് മാറ്റി വെച്ചു. അതങ്ങനെ മാറ്റി വെക്കുന്ന സമയത്ത് കുറച്ചും കൂടി മാവൊന്ന് സോഫ്റ്റായിട്ട് പൊന്തി വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ സാമ്പാറാണ്. അപ്പം സാമ്പാർ പൊടിയോ വറുത്തരച്ച സാമ്പാറോ ഒന്നുമല്ല, നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാക്കണം നല്ല നോർമൽ ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ. അങ്ങനെ കഷ്ണങ്ങൾ ഞാൻ അങ്ങനെ പ്രത്യേകം വേവിക്കലൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ പരിപ്പും സാമ്പാറിൻ്റെ കഷ്ണങ്ങളും എല്ലാം കൂടി ഒരുമിച്ചിടും. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞളും ആവശ്യത്തിനുള്ള കായം കൂടി ഇട്ടിട്ട് കുക്കറിൽ വെച്ചിട്ട് നമ്മളൊരു 3 വിസിലടുപ്പിക്കും. 3 വിസിലടിച്ച് കഴിയുമ്പോൾ ഞാൻ ഓഫാക്കിയിടും കേട്ടോ. അപ്പം ആ സാമ്പാർ അങ്ങനെ കഷ്ണമൊക്കെ കഷ്ണമായിട്ട് തന്നെ കിടക്കും. അങ്ങനെ വെന്തളിഞ്ഞു പോകുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനോട് കൂടെ തന്നെ ഞാൻ സ്റ്റൗവിൽ ഓൾറെഡി ഞാൻ ഇഡ്ഡലി വെച്ചിട്ടുണ്ട്. അപ്പം ഇഡ്ഡലിക്ക് ഇപ്പോൾ എന്ന് വെച്ചാൽ സമ്മറൊക്കെ ആയതുകൊണ്ട് ഇഡ്ഡലിയുടെ മാവ് നമ്മൾ രാത്രി 10 മണിക്ക് അരച്ചാലും രാവിലെ ആകുമ്പോഴത്തേനും അത് പൊന്തിയിരിക്കും. പക്ഷേ വിൻ്ററൊക്കെ ആകുമ്പോൾ ഭയങ്കര പണിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി, അപ്പം, ദോശ ഇതൊക്കെ ഒരു 2-3-4 മാസത്തിന് നമുക്ക് നടക്കുന്ന കാര്യമല്ല. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വെയിലത്ത് കൊണ്ടുവെക്കണം, പിന്നെ ചൂടുവെള്ളത്തിൽ വെക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കൽ. തണുപ്പാകുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും ഇവിടെ. അപ്പോഴേക്കും കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ട് ഞാൻ സാമ്പാറിന് കടുവറുക്കാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ കടുവറുക്കുന്നതിനകത്ത് നമുക്കിന്ന് കറിവേപ്പിലൊന്നുമില്ല. ഈ ആഴ്ച എനിക്ക് മാർക്കറ്റിൽ നിന്ന് കറിവേപ്പിലൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ കടുവറുത്തു. അതിനകത്തേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് വേണം കേട്ടോ സാമ്പാറിനകത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർക്കുക. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സമയത്ത് നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് മുറ്റത്തോട്ട് ഇറങ്ങുക, കറിവേപ്പില എടുക്കുക, കടുക് താളിക്കുക, അങ്ങനെയൊക്കെയല്ലേ. ഇവിടെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെയാണ് കേട്ടോ നമ്മൾ. അപ്പോഴേക്കും ഏട്ടൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ വന്നിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി. ചില ദിവസം കട്ടൻ കാപ്പിയായിരിക്കും. അപ്പോൾ ഇന്ന് കട്ടൻ ചായയാണ്. കുറച്ച് നാരങ്ങയും ഉപ്പും ഒക്കെ ഇട്ട്. പക്ഷേ പുതിനയില ഇല്ലായിരുന്നു കേട്ടോ. പുതിനയിലയും കൂടി ഉണ്ടെങ്കിൽ നല്ല ഫ്ലേവർ വരും അതിൻ്റെ. അങ്ങനെ ഏട്ടൻ റെഡിയാകാൻ പോയ സമയമായപ്പോഴത്തേനും ഞാനിങ്ങനെ ടിഫിനൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ബൈ. അങ്ങനെ രാവിലെ 5:30 ആയതേ ഉള്ളൂ കേട്ടോ. 5:30 ആയപ്പോഴത്തേനും ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി. ഇനി അവന്മാരെ വിളിക്കണം. അവർക്ക് സ്കൂളിൽ പോകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചെണീപ്പിച്ചിട്ട് വേണം നമുക്ക് ബാക്കി കലാപരിപാടികൾ. 5:30 ആയിട്ടല്ലേ ഉള്ളൂ. 5:45 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവരെ വിളിക്കണം. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് കുറച്ചും കൂടി പണിയുണ്ട്. മെഷീനൊക്കെ രാവിലെ ഓണാക്കി തുണിയൊക്കെ കഴുകാനിട്ട് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വരുമ്പോഴത്തേനും ബാക്കി ടാങ്ക് ഫുള്ളായി കിടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്കാണ് കേട്ടോ. എല്ലാ ദിവസവും 1/2 മണിക്കൂറാണ് കേട്ടോ വെള്ളം വരൽ. അപ്പോൾ ആ സമയത്തിന് മുമ്പ് പരിപാടികൾ കുറേയൊക്കെ കഴിഞ്ഞ് വെച്ചാൽ പിന്നെ വരുന്ന വെള്ളം ടാങ്കിൽ ഫില്ലായി കിടക്കും. അങ്ങനെ അവരെണീറ്റ് റെഡി ചെയ്യാൻ പോയപ്പോഴത്തേനും ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ടിഫിനെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു. ഇന്ന് ഒരാൾക്ക് ഫ്രൂട്ട് മാത്രം കൊണ്ടുപോയാൽ മതി. മൂത്ത മോനാണ് കേട്ടോ ടിഫിനായിട്ട് കൊണ്ടുപോകുന്നത്. 6:45 ആകുമ്പോഴത്തേനും ബസ് ഗേറ്റിൻ്റെ അടുത്ത് വരും കേട്ടോ. അപ്പോൾ സമ്മർ ആയതുകൊണ്ട് 7:20 ക്ലാസ് സ്റ്റാർട്ട് ആവുന്നത്. 7:20 തൊട്ട് 1:40 വരെയാണ്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് ചെന്നിരിക്കും. അവിടെ ചെല്ലുമ്പോഴത്തേനും ബസ്സൊക്കെ വരും നമുക്ക്. ഈ വർഷം തൊട്ട് ഈ KVയിലെ കുട്ടികൾക്ക് യോഗയും ആർട്ട് എഡ്യൂക്കേഷനും AI ഒക്കെ ആയിട്ട് ഒരുപാട് എക്സാം എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ 2-3 സബ്ജക്റ്റ് AI 6th സ്റ്റാൻഡേർഡ് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും യോഗയും ആർട്ട് എഡ്യൂക്കേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഈ വർഷം തൊട്ട് സ്റ്റാർട്ടായ ഒരു കാര്യമാണ് അത്. അങ്ങനെ കുട്ടികൾ പോയി കഴിയുമ്പോൾ ഞങ്ങളൊന്ന് നടക്കാൻ പോകും. അപ്പം നടക്കാൻ പോയ സമയത്താണ് കേട്ടോ ഇന്നിവിടെ സരസ്വതി പൂജയുടെ ആരംഭമായിരുന്നു. അങ്ങനെ സരസ്വതിയുടെ വിഗ്രഹമാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇത് എല്ലാവരും ചിലരത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് പൂജ ചെയ്യും. ഇത് അവിടെ കുടത്തിലിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇവിടുത്തെ അമ്പലമാണിത്. അമ്പലത്തിൽ ഇങ്ങനെ കലശം വെച്ചിട്ടും ഇന്ന് കലശാഭിഷേകമാണെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ അമ്പലത്തിൽ വെച്ചിട്ട് നടത്തും. ഇല്ലെങ്കിൽ ഇങ്ങനെ വിഗ്രഹം വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ടും അവർ പൂജ ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത്. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ഡലി സാമ്പാറും.
ഞാൻ എന്നിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും പോയി. നമ്മൾ ഒറ്റയ്ക്കല്ലോ. ഇപ്പം നാട്ടിലേക്ക് ആണെങ്കിൽ നമുക്കിങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും വേണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാൻ. ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വീടിനകത്ത്. പിന്നെ ഹിന്ദി വലുതായിട്ടൊന്നും അറിയത്തില്ല, അത്യാവശ്യമൊക്കെ സംസാരിക്കാൻ അറിയാം. പക്ഷെ അങ്ങനെ എപ്പോഴും അങ്ങനെ അവിടെ ഒന്നും ഇങ്ങനെ പോയി ഒന്ന് സംസാരിച്ച് അങ്ങനെ ഇരിക്കലൊന്നുമില്ല. നമ്മൾ മാക്സിമം നമ്മുടെ വീടിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കലാണ് പതിവ്. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടിച്ചു വാരി ഒന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കിയിടും. എന്നിട്ട് ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേനും ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരും, മക്കൾ സ്കൂളിൽ നിന്ന് വരും. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ.